കൺഗ്രാജുലേഷൻസ് ടീം ഇന്ത്യ ആൻഡ് ടീം ഇന്ത്യൻ ഫാൻസ്. സങ്കടമുണ്ട്, ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. സംഗതി കപ്പടിക്കുമോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ന്യൂസിലാൻഡ് ഫാൻ കപ്പടിക്കണം തന്നെയായിരുന്നു. ഇത്ര ആയത് ഇത് കുറേ ആയി മെനക്കെടാൻ തുടങ്ങിയിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, വരും, ഒരു ദിവസം കപ്പ് വരും, അന്ന് സന്തോഷിക്കാം, അന്ന് ആഘോഷിക്കാം. ബട്ട് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇറ്റ്സ് ഫോർ സഞ്ജു സാംസൺ മാൻ. ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിയുന്നത് വരെ സഞ്ജു ഇല്ല. സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് തുടങ്ങി, ഏകദേശം ക്ലൈമാക്സ് ആവുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് സഞ്ജു പിക്ചറിൽ വരുന്നത്. പിന്നെ ഇന്ന് ക്ലൈമാക്സ് വരെ നമ്മൾ കണ്ടത് an absolute സിനിമയാണ്. എന്തുവാണ് ഇത്, എൻ്റെ മോനെ, ഒരു ഇത്രയും ലൈഫിൽ എഫേർട്ടുള്ള ആൾക്ക് അയാളുടെ കർമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റാണത്. ഒരു 23-24 വയസ്സ് വരെ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പ്ലെയർ ഇട്ടിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട്. അതായത് കളിച്ച് എന്നും പ്രാക്ടീസ്. സഞ്ജുവിന് അത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതൊരു ഹാർഡ് വർക്കാണ്. സ്മാർട്ട് വർക്കിലുപരി അതൊരു ഹാർഡ് വർക്കായിരുന്നു സഞ്ജു. പിന്നെ ലേറ്റർ ഓൺ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്നുള്ള കാര്യത്തിലേക്ക്, പിന്നെ പ്രൊഫഷണലി ഇന്ത്യ IPL എന്നുള്ള സാധനം കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്റ്റേബിൾ ഫേസിലെത്തിയപ്പോൾ കുറച്ചും കൂടി സ്മാർട്ട് വർക്കായി, കുറച്ചും കൂടി അതിൻ്റെ ഒരു ലോഡ് കുറഞ്ഞു. ബട്ട് ടിൽ ദാറ്റ് ഏജ് ഇയാളിട്ടൊരു എഫേർട്ട് അതിൻ്റെ പ്രൈസാണ് ഇപ്പോൾ അയാൾക്ക് കിട്ടിയത്. ഹാറ്റ്സ് ഓഫ് സഞ്ജു, ഒരു രക്ഷയില്ല. കാരണം ഇത് സഞ്ജുവിന് മാത്രമല്ല സ്പെഷ്യൽ ഒക്കേഷൻ, സഞ്ജു ഫാൻസായ ഞങ്ങൾക്കും കൂടി ഇതൊരു ഭയങ്കര സംഭവം ആയിട്ടുള്ളൊരു വേൾഡ് കപ്പായിരുന്നു. കാരണം കുറേ പേര് മുന്നിൽ കുറേ കാലം സഞ്ജു കേൾക്കേണ്ട ചീത്തയും കൂടിയും കേട്ടിട്ടാണ് സഞ്ജു സാംസൺ ഫാൻസ് നമ്മൾ ഒരു ജേണി ഉണ്ടായിരുന്നത്. അത് സഞ്ജുവിനും അറിയുന്നൊരു കാര്യമായിരിക്കും. കാരണം വന്നവനും പോയവനും നിന്നവരൊക്കെ ചെറിയ തോണ്ടിയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ. അതിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മളാരും ചെറിയ തോണ്ടാനൊന്നും പോകുന്നില്ല. ദിസ് ഈസ് സഞ്ജു സാംസൺ ഫോർ യു ഗൈസ്. ട്രസ്റ്റ് ഹിം, അയാൾ അടിച്ചിരിക്കും. ഇന്ന് സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നോട്ട് ചെയ്തിട്ട് സ്നേഹനോടും അഭിലാഷിനോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, സച്ചിൻ ടെണ്ടുൽക്കർ എന്തിനാടാ പോസ്റ്റ് ഇടുമ്പോൾ സഞ്ജുവിനെ മാത്രം സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംതിങ് ദെയർ. ഇതിൻ്റെ മൈൻഡിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവരോട് സ്നേഹനോടും അഭിനോടും പറഞ്ഞു. പക്ഷെ ഇന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയതിന് ശേഷം സഞ്ജു റിവീൽ ചെയ്ത ആ സീക്രട്ട്, മാൻ, ആസ് എ സച്ചിൻ ടെണ്ടുൽക്കർ ഫാൻ, ആസ് എ സഞ്ജു സാംസൺ ഫാൻ, വേറെ ലെവൽ ഗൂസ് ബംസ് ആയിരുന്നു മക്കളെ. I kept on visualizing, I kept on dreaming, I kept on working. This is exactly what I wanted to do then. I thought I need to work in, I need to put in so much of work that this is exactly what I wanted to achieve. And by God's grace, I think today things have turned around. I think right after the New Zealand series, I was broke. I was completely out of my mind. I was like, okay, my dreams have shattered. Okay, what else can I do? But God had different plans. I think I suddenly came back into the crucial games and I did what I could for my country. So I think I'm very proud and very happy that I was courageous enough to dream about it. And actually things have turned up so nicely for me. So very grateful. Players in the former Indian team have really reached out to me and they tried to help me out. But I think from last couple of months, I think I hope I can share it here. I think I have been in constant touch with Sachin sir. I think Sachin Tendulkar sir, I think when I was sitting outside in Australia, I was not playing a game. So I thought about, okay, what is the mindset required of now? So I reached out to sir and I had huge, big conversations with him. And right yesterday also he called me up to check how am I feeling. So I think getting a guidance from someone like him, what more can I ask for? I think that clarity, that game preparation, that game awareness, that game sense, I think I'm very grateful for everyone who supported me. And this takes you forward now. Are there more things that Sanju Samson wants to achieve finally? Yeah, sir, I think but this itself is very big for me. I need to enjoy it right now and then I think after a few days. സച്ചിൻ ഇത്ര കാലമായിട്ട് സഞ്ജുവിനായിട്ട് സഞ്ജു ഷെയർ ചെയ്യുന്നു കാര്യങ്ങൾ, സച്ചിൻ ഗൈഡൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ റിവീലായപ്പോണ്ടല്ലോ, രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ ആബ്സല്യൂട്ട് സിനിമേൻ്റെ പെർഫെക്റ്റ് ക്ലൈമാക്സ്. താങ്ക്സ് സച്ചിൻ ടെണ്ടുൽക്കർ ഫോർ ഡൂയിങ് ദിസ് ടു അവർ ബോയ്. ഇത് ഞങ്ങളെ ചെക്കനോട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ ചെക്കനെ മോട്ടിവേറ്റ് ചെയ്തതിന് ഒരു രക്ഷയില്ല, നന്ദി പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ നോക്ക് സച്ചിൻ്റെ കഴിഞ്ഞ 1-2 പോസ്റ്റുകൾ, അതിൽ ഭയങ്കര എവിഡൻ്റാണ്.
സെമി ഫൈനലിലേക്ക് ഇന്ത്യയെ കയറ്റി വിട്ട ആ ഒരു നോക്ക്, അത് കഴിഞ്ഞ് സെമി ഫൈനലിൽ ഇന്ത്യ ജയിച്ച് ഫൈനലിലേക്ക് പോയപ്പോൾ ആ ഒരു നോക്കിനൊക്കെ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ലൈന് തന്നെ എഴുതി അങ്ങേര് ഇടുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സംതിങ് വെരി 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 സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്തുകൊണ്ടാണ് സ്പെഷ്യലാവുന്നത്? കാരണം പിക്ചറിലില്ലാത്ത ഒരാൾ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കി, ഇന്ത്യ ഫൈനൽ ജയിച്ച് ദ ടോപ്പ് റൺ ഗെറ്റർ ഫോർ ദ ടീം, ഏറ്റവും കൂടുതൽ 6 ടൂർണമെൻറ്റിൽ അടിച്ച ആൾ, ടീം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ 6 അടിച്ച പ്ലെയർ, വിരാട് കോഹ്ലിൻ്റെ റെക്കോർഡ് ബ്രേക്ക്, ഏറ്റവും കൂടുതൽ 4, ഹയസ്റ്റ് സ്കോർ, ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, ബെസ്റ്റ് ടോപ്പ് സ്കോർ ഫോർ ദ ടീം ഇന്ത്യ. ഞാൻ ടീം ഇന്ത്യനെ പറഞ്ഞത് ടൂർണമെൻറ്റിൽ സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ, ഇഫ് ഐ എം നോട്ട് റോങ്, സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ അല്ലേ, അല്ല തേർഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ, ആൻഡ് ഏറ്റവും കൂടുതൽ 6 അടിച്ച ബാറ്റ്സ്മാൻ, ആൻഡ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ഫിന്നാലിനേക്കാൾ ഒരു 0.1 മാത്രം. ഫിന്നാലൻ 200 ആണെന്നുണ്ടെങ്കിൽ സഞ്ജു 199. എടാ ഇത്രത്തോളം, അതായത് കൺവിൻസിങ് ആണ്. കൺവിൻസിങ് ഇൻ ദ സെൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സഞ്ജുവോ എന്ന് പറഞ്ഞവർ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കാണാൻ വെയിറ്റ് ചെയ്യണം, സഞ്ജുവിൻ്റെ ഒരു 6ഉം 4ഉം കാണാൻ വെയിറ്റ് ചെയ്യണം. അതും ഈ 3 ഇന്നിങ്സ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൽ ആ ബ്രൂക്ക് വിട്ട ക്യാച്ച് മാത്രമുള്ളത് ഒരു ഷോട്ട് വാളിയത്. അതും ഇന്നൊക്കെ നോക്കുക നിങ്ങൾ, യജാതി അടി, കാം കമ്പോസ്റ്റ്, ഓരോ ബോളും കറക്റ്റാ. ഒരു പൊട്ടിക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് എവിടെ, പണ്ട് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ് മനസ്സിനകത്ത്, അടുത്തോട് പോവെന്ന്. ഇന്ന് ആ പേടിയില്ല സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോൾ, ബിക്കോസ് ഈ നോ എന്താണ് ചെയ്യേണ്ടത്, ടീമിന് എന്താണ് ആവശ്യം, എത്ര അടിക്കണം, എങ്ങനെ അടിക്കണം. അഭിഷേക് ശർമ്മ അടി തുടങ്ങി, ദാറ്റ്സ് എഗെയിൻ എ ഗുഡ് തിങ് ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ്. ചെങ്ങായി ബാക്ക് ഓൺ ട്രാക്കായി, അയാൾ അടി തുടങ്ങിയപ്പോൾ സഞ്ജു ഒരു സൈഡിൽ സ്റ്റേബിളായി. അങ്ങനെയാണ്, അതാണ് കളി. അതിൽ അഡാപ്റ്റ് ചെയ്തു സഞ്ജു. ആൻഡ് മലയാളികൾക്ക് ഇനി പറയാം ധൈര്യമായിട്ട്, വെറുതെ വേൾഡ് കപ്പ് വിന്നിങ് സ്ക്വാഡിൽ ഒരു മലയാളീനെ പിടിച്ചിട്ട് വേൾഡ് കപ്പ് അടിക്കുന്ന പരിപാടിയല്ല. സഞ്ജു ആണെങ്കിലും ശ്രീശാന്ത് ആണെങ്കിലും ഒക്കെ എഫേർട്ട് ഇട്ടിട്ട്, ഇപ്പോൾ ശ്രീബായേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ഇന്ത്യ ജയിപ്പിച്ചു എന്നുള്ള പേര് സഞ്ജു സാംസണിനെ ആയിരിക്കും. ദിസ് മാൻ സിംഗിൾ ഹാൻഡഡ്ലി എന്ന് ലിറ്ററലി പറയാൻ പറ്റും. ബാക്കിയുള്ളവരുടെ എഫേർട്ടൊന്നും ഞാൻ വെറുതെ കളയുന്നില്ല. ബുംറ ഈസ് ദെയർ, എല്ലാവരും ഉണ്ട്. ബട്ട് ദിസ് ഈസ് ലൈക്ക് സംതിങ് വെരി വെരി സ്പെഷ്യൽ, ബിക്കോസ് ഇന്ത്യൻ്റെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും സോളിഡാണ്, അത്രയും കിടിലനാണെന്ന് പറഞ്ഞത് തട്ട് തരിപ്പണായി കിടക്കുകയായിരുന്നു. സൂപ്പർ 8 ആൻഡ് സെമി ഫൈനൽ ആ ഒരു വെസ്റ്റ് ഇൻഡീസിനായിട്ടുള്ള കളിയും ഇംഗ്ലണ്ടിനായിട്ടുള്ള കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈ ഫൈനലിലടക്കം ഈ ഇന്നിങ്സ് വാസ് വേറെ ലെവൽ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ഒരു മലയാളി ആയിട്ടിരിക്കാതെ മലയാളി കപ്പടിപ്പിച്ചു. ധോനിയും നമ്മുടെ രോഹിത് ശർമ്മയും കൂടിയാണ് കപ്പിന്ന് കൊണ്ടുവന്നത്. ഇതിനിടയിൽ കോമാളി പാക്കിൻ്റെ അമീർ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഈ വേൾഡ് കപ്പിൽ നിന്ന് കിട്ടിയ ജോക്കറാണ് ഇയാൾ, ഇവനെ ഇനി ബാക്കി മലയാളികൾ കൈകാര്യം ചെയ്തോളും. ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന മേജർ ട്രോള് കിട്ടാൻ പോകുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് സൂര്യ ആയിരിക്കും. ഇതിവിടെ പറഞ്ഞേ പറ്റൂ. സൂര്യകുമാർ യാദവ് വെറുതെ ചുയിങ്കം ചവച്ചൊരു കപ്പ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കുറേ ട്രോളുകളും കുറേ പേജുകളും ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ, ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കയറി അടിച്ച് അല്ലെങ്കിൽ എന്നും ഓക്കെ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് അതുണ്ട്, അത് റണ്ണടിക്കണം, പെർഫോമൻസ് വേണം, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ് ഒരു ടീമിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാപ്റ്റനാണ് അത് ചെയ്യേണ്ടത്. സൂര്യ അത് ചെയ്തിട്ടുണ്ട്. സൂര്യ അത് ചെയ്തതുകൊണ്ടാണ് ഈ റിസൾട്ട് വന്നത്. മനസ്സിലായില്ലേ? ഫീൽഡിലാണെങ്കിലും ഡ്രസ്സിങ് റൂമിലാണെന്നുണ്ടെങ്കിലും സൂര്യ ക്രിയേറ്റ് ചെയ്തൊരു ഓറ, ആ ഓറയിലാണ് ഈ കപ്പിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യനെ പോയി വെറുതെ ചൊറിഞ്ഞ് ചുയിങ്കം കഴിച്ച് കപ്പും കൊണ്ടുപോയി എന്നുള്ള രീതിക്കുള്ള ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ധോനിയാണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും ഗാംഗുലി ആണെന്നുണ്ടെങ്കിലും കപിൽ ദേവ് ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഇട്ട് അതേപോലത്തെ ഒരു ക്യാപ്റ്റൻസി എഫേർട്ട് ഈ ചങ്ങായി ഇട്ടിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ കളി തോൽക്കുമ്പോൾ അത് ബ്ലണ്ടറായിട്ട് മാറും, ജയിച്ച് കഴിയുമ്പോൾ പിന്നെ അതാരും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ വ്യത്യാസം അതിനകത്ത്. അല്ലാതെ അതിലും കൂടുതലായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ
ഇന്നിങ്സിൽ സഞ്ജു ആൻഡ് ഈക്വലി ജസ്പ്രീത് ബുംറ. അത് സഞ്ജുവിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ് എന്നല്ല, ഈ എൻറ്റയർ ടൂർണമെൻറ്റിൽ ജസ്പ്രീത് ബുംറ മാൻ, വാട്ട് എ ബോളർ, വൺസ് ഇൻ എ ജനറേഷൻ ബോളർ എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു കുറഞ്ഞുകൂടി ഗോട്ട്. സച്ചിൻ ദ റിയൽ ഓജി, ഇതും ഒരു റിയൽ ഓജി തന്നെയാണ്. അൺമാച്ചബിൾ, ഒരു രക്ഷയില്ല. ഇതുവരെയായിട്ട് പല ബോളേഴ്സും ഇന്ത്യക്ക് വന്നു പോയിട്ടുണ്ട്, പലരും ഇന്ത്യക്ക് വേണ്ടി പല അച്ചീവ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു എൻ്റെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കാണുമായിരുന്നു. അവർക്കൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹീർ എറിയുന്ന അതേ കാലത്ത് തന്നെ ഇർഫാൻ എറിഞ്ഞിരുന്നു, RP സിംഗ്, ശ്രീശാന്ത് എറിയുന്ന സമയത്ത് തന്നെ വേറെ ഒരുപാട് ബോളേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്ക്, ഈ കുറേ ഷമി വാസ് ദെയർ, ബുംറ എറിയുമ്പോൾ. പക്ഷെ എന്നാലും ബുംറ ഒറ്റയ്ക്ക് കൊണ്ടുപോയതല്ലേ കുറേ. എനിക്കങ്ങനെ കേട്ടോ ഫീൽ ചെയ്യുന്നത്. ബുംറ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ സാധനം ഇത് ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്ന ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തത്തിൽ. അതൊരു വേറെ റേഞ്ച് ഐറ്റമാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ ബുംറയുടെ പെർഫോമൻസ് അതൊരു കോൺഫിഡൻസ് ആണ് ഇന്ത്യക്ക്. വേറെ ആര് പെർഫോം ചെയ്തില്ലെങ്കിലും ഇന്ത്യയിലെ ഏത് ഫാനിനോടും അല്ലെങ്കിൽ ക്രിക്കറ്റ് അനലൈസ് ചെയ്യുന്ന ഏതൊരാളോടും പോയി ചോദിച്ചാൽ മതി, ഇന്ന് ഇന്ത്യൻ ടീമിൽ ആര് പെർഫോം ചെയ്യും, ഒറ്റ പേരേ പറയുള്ളൂ, ജസ്പ്രീത് ബുംറ. വേറെ പേര് പറയാനില്ല ഇന്ത്യൻ ടീമിൽ. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും പെർഫോമൻസ് അന്നത്തെ ദിവസം ചെയ്തു, ദാറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന 11 ഇട്ടിട്ട് ഇന്ന് ആര് പെർഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്ന പേര് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഫോർ ഷുവർ. അതിലൊരു മാറ്റവും ഇല്ല. വരുൺ ചക്രവർത്തിനെ എനിക്ക് തോന്നുന്നു രണ്ടുപേരും 14 വിക്കറ്റോ 15 വിക്കറ്റോ അങ്ങനെ എങ്ങാണ്ടാണ് ടാലി ചെയ്യുന്നത്. 14 അങ്ങനെയാണ് ടാലി ചെയ്യുന്നത്. ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ് എന്നുള്ള ലിസ്റ്റിനകത്ത് നിൽക്കുന്നത്. അതിൽ തന്നെ ബുംറ ഹാഡ് ബെറ്റർ എക്കോണമി ആൻഡ് ആവറേജ്. ജസ്പ്രീത് ബുംറ 14 വിക്കറ്റ്. ഓക്കെ. ആൻഡ് ഈ ഒരു എൻറ്റയർ ടൂർണമെൻറ്റും ഉണ്ട്, ഈ T20 വേൾഡ് കപ്പും ഉണ്ട്. എന്താണ് T20 എന്നുള്ളത്, അതിൻ്റെ പേസ് എന്താണ്, അതിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളത് റീഡിഫൈൻ ചെയ്തു സത്യത്തിൽ. കാരണം ഇനി വരും കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റിൻ്റെ ഒരു സ്പീഡ്, T20 ക്രിക്കറ്റിൻ്റെ ഒരു തരം ത്രില്ല് സ്പീഡൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എസെൻസാണ് നമുക്ക് കിട്ടിയത്. ഇനി IPL അതിലും ത്രില്ലായിരിക്കും. ഈ വരുന്ന IPL കത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതലൊന്നും അനലൈസ് ചെയ്യാനൊന്നുമില്ല. ഐ എം വെരി ഹാപ്പി ഫോർ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തി സമാധാനമായിട്ട് കിടന്നുറങ്ങും. സഞ്ജു സാംസൻ്റെ ഫാൻ എന്നുള്ളതായി ഞാനും നിങ്ങളൊക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങും. കാരണം ഹെയ്റ്റ് ഇല്ല ഇനി ആര് ഹെയ്റ്റ്? ഏതോ ഒരു ചൊത്തല കടന്ന് ചലച്ചിരുന്നല്ലോ, ചെകുത്താനോ കുകുത്താനോ എന്ന് പറഞ്ഞിട്ട്, ക്രിക്കറ്റ് കാണുന്ന മൈരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുണ്ടാമോനോട് പോയി പറയും ക്രിക്കറ്റ് കാണാത്തവൻ ചിലയ്ക്കാൻ നിൽക്കരുത് എന്നുള്ളത്. ഞാൻ എന്താ പറയുക, വീഡിയോ വയ്ക്കുന്നില്ല, പക്ഷേ അങ്ങനത്തെയൊക്കെ ഡയലോഗ് അടിക്കുന്നവന്മാരുണ്ടല്ലോ കുറേ എണ്ണങ്ങൾ. അവരൊക്കെ ചള്ളക്കുള്ള അടിയാണ്. കമൻറ്റ് ബോക്സൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടാവുമോ ആ പൂത്തിരി മോന്? അതൊക്കെ അങ്ങനെ കിട്ടും. കുറച്ച് ആൾക്കാരോട് പറയണമെന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മളാ ഒരു വേണ്ട, എങ്ങനെയാണോ സഞ്ജു കീപ്പ് ചെയ്യുന്ന ഒരു കാംനെസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകാനാണ് താല്പര്യം. എന്താണെങ്കിലും ഹാപ്പിയാണ്. അടിപൊളി.